സൂപ്പർ ഫോട്ടോ ആണല്ലോ. നല്ല കിടിലൻ ഫോട്ടോ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ലൈക്കുകളുടെ പ്രളയമായിരിക്കും. ഇപ്പൊ തന്നെ പോസ്റ്റ് ചെയ്തേക്കാം. പക്ഷേ ഇതിലെന്ത് ക്യാപ്ഷൻ ഇടും? എന്ത് ക്യാപ്ഷൻ ഇടും? എനിക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. നല്ല സാഹിത്യവാസനയുള്ളവരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. നല്ല വേർഡിങ്സുകളും നല്ല വേർഡുകളും ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ക്യാപ്ഷൻ ഇടാൻ പറ്റും. പക്ഷെ എന്നാലും പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. നല്ലൊരു ഫോട്ടോയോ വീഡിയോ ഒക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നല്ലൊരു ക്യാപ്ഷൻ കൊടുക്കുക എന്നുള്ളത് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന കാര്യമാണ്. അതിനൊരു വഴിയുണ്ട്. നല്ല കിഡിലൻ ക്യാപ്ഷൻസ് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് നമ്മുടെ ആ പിക്ചറുമായി ബന്ധപ്പെട്ട കിഡിലൻ ക്യാപ്ഷൻസ് നമുക്ക് നോക്കിയാലോ. ഗൂഗിളിൽ പോയതിനു ശേഷം ഇൻസ്റ്റാഗ്രാം ക്യാപ്ഷൻ ജനറേറ്റർ എന്ന് സെർച്ച് ചെയ്യുക. അതിൽ ആദ്യം വരുന്ന വെബ്സൈറ്റായ ASREFS.com എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമുക്ക് ഏത് ഇമേജിനാണോ ക്യാപ്ഷൻ വേണ്ടത് ആ ഇമേജ് ഇവിടെ സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. സെലക്ട് ഇമേജ് കൊടുത്താൽ നമുക്ക് ഗാലറി ഓപ്പൺ ആയിട്ട് വരും. അവിടെ നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാം. ഇവിടെ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 10 MB കൂടുതലുള്ള ഫയലുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. 10 MB വരെയുള്ള ഫയലുകൾ മാത്രമാണ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുക. ഇവിടെ നമുക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യത്തിനാണ് ക്യാപ്ഷൻ വേണ്ടതെങ്കിൽ ആ കാര്യം ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ സാധിക്കും. ഇവിടെ ടീച്ചിങ് ആണ് അല്ലെങ്കിൽ ടീച്ചർ എന്ന രീതിയിലുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ക്യാപ്ഷനുകളായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ഫോട്ടോ ഡിറ്റക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ക്യാപ്ഷൻ നമുക്ക് തരും. ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്രസന്റേഷൻ ആണെന്നോ അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ ആണെന്നോ സ്പീക്കർ ആണെന്നോ അങ്ങനെയുള്ള രീതിയിലായിരിക്കും പല ഇതിൽ വരുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആഡ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ടുള്ള ക്യാപ്ഷൻസ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ക്യാപ്ഷൻസ് തന്നെ പല രീതിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാം. അതായത് ഫോർമൽ, ഫ്രണ്ട്ലി, കാഷ്വൽ, പ്രൊഫഷണൽ, അങ്ങനെ പല രീതിയിലുള്ള പല ടൈപ്പിലുള്ള ക്യാപ്ഷൻസ് നമുക്ക് കൊടുക്കാം. ഇവിടെ നമുക്ക് ഫോർമൽ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ജനറേറ്റ് ക്യാപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സെക്കൻഡുകൾ എടുക്കും. എന്നാലും നമുക്ക് ആവശ്യമായ ക്യാപ്ഷൻസ് നമുക്കിവിടെ ഈ വെബ്സൈറ്റ് നമുക്ക് കാണിച്ചു തരും. നമുക്കത് കോപ്പി ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ ഇത് കണ്ടോ, 3 കാര്യങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് നോക്കാം. അത് ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്കത് കൃത്യമായിട്ട് കാണിച്ചു തരും. ഇതാ കണ്ടില്ലേ, ഇവിടെ 3 ക്യാപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ജസ്റ്റ് ഇവിടെ നിന്ന് കോപ്പി ചെയ്താൽ മാത്രം മതി. കണ്ടില്ലേ, ഇവിടെ നിന്ന് കോപ്പി ചെയ്ത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമല്ല കേട്ടോ, നമുക്ക് വാട്സപ്പിലോ ഫേസ്ബുക്കിലോ മറ്റ് പ്ലാറ്റ്ഫോമുകളിലോ ഒക്കെ നമുക്ക് ഈ ക്യാപ്ഷൻസ് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ക്യാപ്ഷൻസ് ഇങ്ങനെ നമുക്ക് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഇനി മുതൽ ഫോട്ടോ ഒക്കെ അങ്ങോട്ട് പൊളിക്കും. നല്ല കിടിലൻ ക്യാപ്ഷൻസ് ആണല്ലോ നമുക്ക് വരുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് പറയണേ. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.